നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട്ടിൽ പ്രിയങ്കയ്ക്കായി കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പേ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ. കോഴിക്കോട് മുക്കത്താണ് 26 അടി ഉയരമുള്ള കട്ടൗട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുമെന്ന് ഉറപ്പായതോടെ പ്രവർത്തകർ പ്രചാരണം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മുക്കം നഗരസഭയിലെ ആലിൻതറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലുംതറ ടൗൺ കമ്മിറ്റി കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചത്. 15ഓളം പ്രവർത്തകർ 4 ദിവസമെടുത്ത് 15,000 രൂപ ചെലവഴിച്ചാണ് കട്ടൗട്ട് സ്ഥാപിച്ചത്. ലോകകപ്പ് ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുന്നതിനിടെ 5 വയസ്സുകാരന് ദാരുണാന്ത്യം. 2020 ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുന്നതിനിടെ അപകടം. 5 വയസ്സുകാരൻ മരിച്ചു. പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നതിനിടെ സ്റ്റീൽ ചീള് വയറ്റിൽ തുളച്ചു കയറിയാണ് കുട്ടി മരിച്ചത്. മധ്യപ്രദേശ് തലസ്ഥാനമായ ഭോപ്പാലിൽ ജബൽപൂരിലാണ് സംഭവം നടന്നത്. പടക്കം പറന്നു പോകുമെന്ന് കരുതി സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് മൂടിയ ശേഷം പൊട്ടിക്കാൻ യുവാക്കൾ തീരുമാനിച്ചു. തുടർന്ന് പടക്കം പൊട്ടിച്ചപ്പോൾ ഗ്ലാസ് പല കഷ്ണങ്ങളായി ചിതറി. ആ കഷ്ണങ്ങളിലൊന്ന് അകലെ നിന്നിരുന്ന കുട്ടിയുടെ വയറ്റിൽ തുളച്ചു കയറുകയായിരുന്നു. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. കോഴിക്കടയുടെ മറവിൽ വിദേശ മദ്യവിൽപ്പന നടത്തിയാൽ പിടിയിൽ. തൃശൂരിൽ കോഴിക്കടയുടെ മറവിൽ അനധികൃതമായി വിദേശ മദ്യം വിറ്റയാളെ പോലീസ് പിടികൂടി. കുറ്റിച്ചിറ കലിങ്ങപ്പുറം രതീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 500 മില്ലിയുടെ 51 കുപ്പി മദ്യം പിടിച്ചെടുത്തു. ഡ്രൈ ഡേയുടെ ഭാഗമായി കുറ്റിച്ചിറ മേഖലയിൽ നടത്തിവന്ന പരിശോധനയിലാണ് രതീഷ് പിടിയിലായത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി. ബാലരാമപുരത്ത് വീട് കുത്തി തുറന്ന് വൻ മോഷണം. തിരുവനന്തപുരം ബാലരാമപുരത്ത് തൊഴിലുറപ്പ് തൊഴിലാളിയുടെ വീട് കുത്തി തുറന്ന് മോഷണം. 30 പവൻ സ്വർണവും 5,000 രൂപയും കവർന്നു. ബാലരാമപുരം കോഴൂർ സ്വദേശിനി താരയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൈക്കൂലി കേസ്. തൊടുപുഴ നഗരസഭാ ചെയർമാനോട് രാജി ആവശ്യപ്പെട്ട CPM. കൈക്കൂലി കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനോട് രാജി ആവശ്യപ്പെട്ട CPM. പാർട്ടി ആവശ്യപ്പെട്ടതോടെ സനീഷ് ജോർജ് രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ പ്രതി ചേർത്തതോടെയാണ് പാർട്ടി സനീഷിനോട് രാജി ആവശ്യപ്പെട്ടത്. കുമ്മങ്കല്ല് BTM LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് സിവിൽ എഞ്ചിനീയർ CT അജിയും ഇടനിലക്കാരനായ റോഷനും കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ പിടിയിലായത്. കേസിൽ ഇവർ രണ്ടുപേരും റിമാൻഡിലാണ്. കേസിൽ 2ാം പ്രതിയാണ് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്.